വാട്സ്ആപ്പ് ഒരുവൺ എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് വന്നേക്കണത്. വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു ട്രെൻഡിങ് വൈറൽ കണ്ടന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നെ എന്തിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ബൺ മസ്ക് ഗൈസ്. റീസെന്റ് വൈറലായ ഒരു സംഭവമാണ് ഈ ബൺ മസ്കയും ഇറാനി ചായ എന്ന് പറയുന്നത്. നമ്മൾ എവിടെ തുറന്നാലും, ഇൻസ്റ്റഗ്രാം തുറന്നാലും, യൂട്യൂബ് തുറന്നാലും, എവിടെ ഏതൊരു സോഷ്യൽ മീഡിയ തുറന്നാലും നിറച്ചും ബൺ മസ്കയും ചായയായിരുന്നു ഗൈസ്. സോ ഐ തോട്ട് എന്തുകൊണ്ട് നമുക്കതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിക്കൂടെ, ഒന്ന് വീട്ടിൽ മേക്ക് ചെയ്ത് ട്രൈ ചെയ്തുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ഒന്നും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല, നേരെ വണ്ടി എടുത്ത് ഇറങ്ങി സാധനങ്ങൾ വാങ്ങാനായിട്ട്. ഇവിടെ അടുത്ത് ഫ്രഷ് ആയിട്ട് ബണ്ണ് കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് പോയി ബണ്ണ് മേടിക്കാം. ഇവിടെ അടുത്ത് തന്നെ, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അവർ ഈ 3 മണിയാകുമ്പോഴേക്കും ബണ്ണ് പ്രിപ്പയർ ചെയ്യും. നല്ല ഫ്രഷ് ബണ്ണ് കിട്ടും. അതുകൊണ്ട് അവിടെ നിന്ന് മേടിക്കാന്ന് വിചാരിച്ചു. അതിനു മുന്നേ നമുക്ക് മറ്റേ മിൽക്ക് മെയ്ഡും സാധനങ്ങളും മേടിക്കണം. ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാം. ബണ്ണായോ? ഒരു പാക്കറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തെ കാര്യം ഞാൻ ബണ്ണ് പോയി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബണ്ണ് അവിടുന്ന് വാങ്ങാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആ ബേക്കറി തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഫ്രഷ് ആയിട്ട് ബണ്ണ് കിട്ടും അവിടെ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത്. പിന്നെ നമ്മൾ വാങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മിൽക്ക് മെയ്ഡാണ്. നമ്മൾ വലിയ ടിന്നൊന്നും വാങ്ങാൻ നിന്നില്ല, ചെറിയ ഒരു 4 ബണ്ണിൻ്റെ കേസല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു മിൽക്ക് മെയ്ഡാണ് വാങ്ങിയത്. പിന്നെ ഞാൻ വാങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബട്ടറാണ് ഗൈസ്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അൺസോൾട്ടഡ് ബട്ടറും കൂടി ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ സാധനം ഉണ്ടാക്കാനായിട്ട്. ഇറ്റ്സ് ആക്ച്വലി സിമ്പിൾ. നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളത്. ഞാനിങ്ങനെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കും, ഈ ഒരു ബണ്ണിനും ചായക്കും വേണ്ടിയിട്ട് എന്തിനാണ് ആൾക്കാർ ഇത്രയും ഇടി കൂടുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഒരു റിയാലിറ്റി എന്താണെന്ന് നമുക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. നമ്മൾ ഉണ്ടാക്കുന്ന സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഈ വൈറലായിട്ടുള്ള ആൾക്കാരും യൂസ് ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ദിവസം അത് പോയി ട്രൈ ചെയ്യാം കേട്ടോ. അത് പോയി ട്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ. പിന്നെ ഈ ഒരു ബൺ മസ്ക ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ, ഞാനല്ല. ഒബ്വിയസ്ലി എനിക്ക് മിസ്ഡ് പോകാൻ പറ്റൂല. ഞാൻ അമ്മയോട് ചോദിച്ചാൽ അമ്മ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ ഉണ്ടാക്കി തരാം അത് പറഞ്ഞു. സോ അമ്മയായിരിക്കും ഇത് ഉണ്ടാക്കണത്. നമുക്കെന്നാൽ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കണ്ടാലോ. ഉണ്ടാക്കണമെന്നൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യുക, ഇതിൽ സ്പ്രെഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ ബൺ മസ്ക ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിളാണ്. ആകെ 2 ഇൻഗ്രീഡിയൻസ് വേണ്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ഇറാനി ചായ ആണ് കേട്ടോ. ഇതിൽ ആകെ 3 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക. ആ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഈ ഇറാനി ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ മുക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബൺ മസ്ക കഴിക്കണം. എന്നാൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, ഫുൾ ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ. നമ്മൾ കുറച്ച് ഭാഗം മുക്കുന്നു. ഇതിൽ മുക്കി കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. അടിപൊളി. ഈ ഒരു ബണ്ണ് നല്ല സോഫ്റ്റാണ് കേട്ടോ. സോഫ്റ്റ് ബണ്ണിൽ കഴിച്ചാൽ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും ആ ഒരു ഇതൊക്കെ ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. ബണ്ണ് സോഫ്റ്റ് ആയിരിക്കണം, എന്നാലേ ആ ഒരു കഴിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ വൈറൽ ബൺ മസ്ക നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടോ. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കണ്ടന്റ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.